ഹായ് ഓൾ. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രൈം മിനിസ്റ്റർ നടത്തിയ ഒരു അനൗൺസ്മെൻറ്റിനെ കുറിച്ച് ധാരാളം ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻസും കുറേ ടെൻഷനുകളും പോകുന്നുണ്ട്. അതായത് ഇപ്പം ഗോൾഡ് ബൈയിങ്, സ്വർണ്ണം ഇനി മേടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വീണ്ടും വർക്ക് ഫ്രം ഹോമിലേക്ക് പോകുന്ന കാര്യമാണോ പറഞ്ഞത്. വർക്ക് ഫ്രം ഹോം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും നമ്മുടെ കൊറോണ പോലൊരു പാൻഡമിക് ആണോ നമ്മൾ ഇനി മുന്നിൽ കാണേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആണോ നമ്മൾ മുന്നിൽ കാണുന്നത് എന്നൊക്കെ ധാരാളം കൺഫ്യൂഷനുകൾ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു റൂളായിട്ടോ അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ ആയിട്ടോ അല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് ഒരു നിർദ്ദേശം മാത്രമാണ്. അതായത് നമ്മളുടെ എക്കണോമിയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ ക്രൈസിസിനെ നേരിടാനായിട്ട് നമ്മളുടെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ ഒന്ന് താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ അനാവശ്യമായിട്ടുള്ള നമ്മളുടെ സ്പെൻഡിങ്ങുകൾ മെയിൻലി കുറയ്ക്കുക. അപ്പോൾ അതിലാദ്യം പറഞ്ഞത് സ്വർണം മേടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് ധാരാളമായിട്ട് സ്വർണം ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്ത്യ ആസ് ആൻ ഇമ്പോർട്ടർ, നമ്മൾ സ്വർണം ധാരാളം ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ഇമ്പോർട്ടിങ് കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മളുടെ ഫോറിൻ റിസർവിൽ നല്ല രീതിയിലൊരു ഡിക്ലൈൻ വരുന്നുണ്ട്, ഫോറിൻ റിസർവുകൾ കുറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിൽ നമ്മൾ വലിയ രീതിയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പം നമ്മൾ അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ പറയുന്നതിൻ്റെ ഒരു റീസൺ, യാത്രകൾ ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രൂഡ് ഓയിൽ കൺസംഷൻ കുറയുകയും അതിലൂടെ നമ്മളുടെ ഫോറിൻ റിസർവിനെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് സേഫർ ആക്കാനായിട്ടും സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് എക്കണോമിക്കൽ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട്, ഫൈനാൻഷ്യൽ ബാലൻസിങ്ങിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് പ്രൈം മിനിസ്റ്റർ ഇതുപോലൊരു നിർദ്ദേശം കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെ ഒരു സ്ട്രിക്റ്റ് റൂളായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. പക്ഷേ ആസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ, ഒരു റെസ്പോൺസിബിൾ ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ഇത് ഫോളോ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. അപ്പം ഇറസ്പെക്റ്റീവ് ഓഫ് അവർ പൊളിറ്റിക്കൽ വ്യൂ, നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു സുരക്ഷിതത്വത്തിനും നമ്മുടെ ഒരു എക്കണോമിക്കൽ സ്റ്റെബിലിറ്റിക്കും വേണ്ടി നമ്മൾ ഓരോരുത്തരും ഇതിനു വേണ്ടി നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റെപ്പ് എടുക്കുക. അപ്പോൾ അതിനുവേണ്ടി അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആഡംബരമായിട്ടുള്ള കല്യാണങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. അനാവശ്യമായിട്ടുള്ള യാത്രകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഹോളിഡേയ്സ്, ട്രിപ്പ് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലൊരു കോൺട്രിബ്യൂഷൻ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ അതിൻ്റെ ഇമ്പാക്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകും. അപ്പോൾ റെസ്പെക്റ്റീവ് ഓഫ് അവർ പൊളിറ്റിക്കൽ വ്യൂ, ഞാൻ വീണ്ടും പറയുന്നു, റെസ്പെക്റ്റീവ് ഓഫ് അവർ പൊളിറ്റിക്കൽ വ്യൂ നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ എക്കണോമിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സഹായിക്കണം.